പ്രധാനമന്ത്രിയെ പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല. അതെങ്ങനെയെന്ന് വെച്ചാൽ യോജിപ്പില്ല. അത് ഡേറ്റാബേസിലല്ല, അദ്ദേഹത്തിൻ്റെ നിഗമനമാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രിയെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞൊരു ഒബ്സർവേഷനാണ്. ആ ഒബ്സർവേഷനോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് തികച്ചും വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. എന്നാൽ കേരളം വ്യവസായ സൗഹൃദമാകുന്നുവെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ അമിതാഭ് പറഞ്ഞതായാലും ആഗോള ഏജൻസികൾ പറയുന്നതായാലും ഡേറ്റാബേസ്ഡ് ആയിട്ടാണ്. കേന്ദ്ര സർക്കാർ തന്നെ അംഗീകരിച്ചല്ലോ. അതിന് അദ്ദേഹം ആപ്ലുഭയാണ് ചെയ്തത്, അദ്ദേഹം ഉച്ചത്തിൽ പറയുകയാണ് ചെയ്തത്. രണ്ടാണ്. മറ്റൊന്ന് മോദിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമാണ്, അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞത്. അതിന് എനിക്ക് യോജിപ്പില്ല, ഡിവൈഎഫ്ഐക്ക് യോജിപ്പില്ല. കേന്ദ്ര സർക്കാരിൻ്റെ തിരക്കിട്ട നീക്കം, ഇലക്ഷൻ കമ്മീഷണറെ നിശ്ചയിക്കുന്ന തിരക്കിട്ട നീക്കം സംശയാസ്പദമാണ്. തന്നെയുമല്ല, സുപ്രീം കോടതിയുടെ മുൻവിധി ഇവിടെ പ്രസക്തമാണ്. സുപ്രീം കോടതിയുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കണം, അല്ലെങ്കിൽ കോടതിയുടെ കൂടി ഒരു സ്കാനിങ്ങിലായിരിക്കണം കാര്യങ്ങൾ നടക്കേണ്ടത് എന്നതിനെ അട്ടിമറിച്ചായിരുന്നു നിയമനിർമ്മാണം പിന്നെ കൊണ്ടുവന്നത് പാർലമെൻറ്റിലെ ഭൂരിപക്ഷത്തെ ഉപയോഗിച്ചു. ഇപ്പോൾ സമീപകാലത്തെ ചില തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു. എന്തുതന്നെയായാലും ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വന്തം നിലയ്ക്ക് നിലനിർത്താൻ BJP നടത്തുന്ന ശ്രമങ്ങൾ ശരിയല്ല. ഒരു കാര്യം ഇതിൽ വ്യക്തമാണ്. 2014 മുതൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് BJPക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ എല്ലാം തന്നെ കൂടെ നിർത്തിയാൽ മാത്രമേ പറ്റൂ എന്ന ദയനീയമായ ദൗർബല്യം കൂടി ഉണ്ടെന്ന് കൂടി കാണണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ വന്നാലും ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കട്ടെ. അത് ഭരണഘടനാപരമായി പ്രവർത്തിച്ചാലും 2014 മുതൽ രാജ്യം ഭരിക്കുന്ന ഞങ്ങൾക്ക് പട്ടിണി മാറ്റിയതിലൂടെ, ദാരിദ്ര്യം മാറ്റിയതിലൂടെ, തൊഴിലില്ലായ്മ പരിഹരിച്ചതിലൂടെ, ജനങ്ങളുടെ അസമത്വം പരിഹരിച്ചതിലൂടെ ഞങ്ങൾക്ക് ജനങ്ങളിൽ ആത്മവിശ്വാസമുണ്ട് എന്ന് ആത്മവിശ്വാസം BJPക്ക് ഇല്ലാത്തത് കൊണ്ട് കൂടിയാണല്ലോ BJP ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം പിടിക്കാൻ ശ്രമിക്കുന്നത്. അതുകൂടി നമ്മൾ കാണണം. എന്തായാലും ആ നീക്കങ്ങളെ ജനാധിപത്യപരമായ വിരുദ്ധമായ നീക്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്.